भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അച്യുതാനന്ദ ഗോവിന്ദ. വിഷ്ണോ നാരായണാമൃത. രോഗാന്മേ നാശയാശേഷാൻ. ആശുധന്വന്തരേ ഹരേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. പൊന്നുഗുരുവായൂരപ്പൻ്റെ കൃപാകടാക്ഷങ്ങളെ കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാൻ എന്ന അക്ഷരോപാസന ഇന്ന് ആരംഭിക്കുന്നതിന് മുമ്പേ ഭഗവാന്റെ കാരുണ്യാതിരേകത്തിൻ്റെ ഒരു കാര്യം കൂടി ഭക്തജനങ്ങളായി നിങ്ങളെ അറിയിക്കുകയാണ്. അത് ശ്രീമദ് ഭാഗവത സപ്താഹ ഗീതിക എന്നുള്ള രീതിയിലാണ് അത് തയ്യാറാക്കിയിട്ടുള്ളത്. സപ്താഹത്തിന് പാടുന്ന നിരവധി കീർത്തനങ്ങളൊക്കെ ഉൾപ്പെടുത്തി സഹസ്രനാമം ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ചെറിയ ഒരു കൈപ്പുസ്തകമാണത്. അതിൻ്റെ പ്രകാശനം ഈ വരുന്ന 22-ാം തീയതി മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത മഹാസത്രം, ആ സത്രവേദിയിൽ വെച്ച് അന്ന് കാലത്ത് 9 മണിക്ക് പ്രകാശനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അതിൻ്റെ വിവരങ്ങൾ വഴിയെ നൽകുന്നതാണ്. ഇപ്പോൾ ഈ കാര്യം എല്ലാവരെയും അറിയിക്കുന്നു. നമുക്കിനി ഭാഗവത വിചാരത്തിലേക്ക് കടക്കാം. 29-ാമത്തെ അധ്യായം, ഏകാദശ സ്കന്ധം, ഭഗവദുദ്ധവ സംവാദം, ഉദ്ധവഗീത. അതിൽ ആദ്യത്തെ 3 ശ്ലോകങ്ങളാണ് നമ്മൾ അനുസ്മരിച്ചത്. എങ്ങനെയായാൽ ഭഗവത് പാദാരവിന്ദങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും? ശ്രീകൃഷ്ണ പ്രാപ്തിക്ക് ഏറ്റവും അനായാസകരമായ വഴി പറഞ്ഞു തരണേ എന്ന് ഉദ്ധവൻ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. കിം ചിത്രമച്യുത തവൈതദശേഷബന്ധോ ദാസേഷു അനന്യശരണേഷു യദാത്മസാത്വം യോ രോചയൽ സഹമൃഗൈ സ്വയം ഈശ്വരാണാം ശ്രീമൽ കിരീട തടപീഡിത പാദപീഠ. സ്വയം ഈശ്വരാണാം, യഥാർത്ഥത്തിൽ ഈശ്വരന്മാരായിരിക്കുന്നവരുടെ ശ്രീമൽ കിരീട തടപീഡിത പാദപീഠ.
ശോഭയുള്ള കിരീടങ്ങളുടെ അഗ്രഭാഗങ്ങളാൽ സ്പർശിക്കപ്പെട്ട പാദപീഠത്തോടു കൂടിയ യാതൊരുവൻ മൃഗൈസഹ മൃഗങ്ങളോടുകൂടി സഖ്യം ചേർച്ചയെ അരോചയൽ ഇഷ്ടപ്പെട്ടു അശേഷബന്ധോ ഏവർക്കും ബന്ധുവായിരിക്കുകയും അച്യുത നാശരഹിതനായി ച്യുതിയില്ലാത്തവനായിരിക്കുന്നവനെ തവ അനന്യശരണേഷു അങ്ങയുടെ അങ്ങയിൽ മാത്രം അന്യരക്ഷയില്ലാത്ത ദാസേഷു ദാസന്മാരിൽ ആത്മസത്വം കിം ചിത്രം ആത്മഭാവം എന്നുള്ളത് ആശ്ചര്യം ആണോ? ആശ്ചര്യമല്ല എന്നാണ്. കാരണം അങ്ങയുടെ ഭക്തന്മാരെ അവിടുത്തെ മഹാമായ മോഹിപ്പിക്കില്ല, അതിൽ ആശ്ചര്യമില്ല. ഭഗവാന്റെ നായയാണ് മായ എന്ന് നമ്മൾ തുടക്കത്തിൽ ഏകാദശ സ്കന്ധത്തിൻ്റെ തുടക്കത്തിൽ നിമി നവയോഗി സംവാദ രൂപത്തിൽ അനുസ്മരിച്ചപ്പോൾ അവിടെ പറയുകയുണ്ടായി. അപ്പം അങ്ങനെ ആ ഭഗവാന്റെ മായയാകുന്ന നായയുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഭഗവാന്റെ ഭക്തന്മാർക്ക് കുഴപ്പമുണ്ടാവില്ല. യജമാനൻ്റെ കൂട്ടുകാരെ യജമാനൻ്റെ നായ കടിക്കില്ല എന്നുള്ളതുപോലെ ഓരോ ഭക്തനും യജമാനനായ സ്വാമിയായ ഈശ്വരനായ ഭഗവാന്റെ മായ ഈ ഭക്തന്മാരെ ഒരിക്കലും ആക്രമിക്കില്ല. അങ്ങല്ലാതെ മറ്റൊരു ഗതിയില്ലാതെ ജീവിക്കുന്ന ആളുകളാണ് ഈ അവിടുത്തെ ഭക്തന്മാർ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരെ ഭഗവാൻ രക്ഷിക്കുക തന്നെ ചെയ്യും. ഭഗവാൻ പറയുന്നുണ്ടല്ലോ അല്ലേ, എൻ്റെ ഭക്തന്മാർക്ക് നമേ ഭക്ത പ്രണശ്യതി, എൻ്റെ ഭക്തന്മാർക്ക് ഒരിക്കലും നാശം ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങല്ലാതെ അന്യമായ ഗതിയില്ലെന്ന് ഉറച്ചിരിക്കുന്ന അവരെക്കുറിച്ച് അങ്ങ് അഭേദബുദ്ധി ഉപയോഗിക്കും, അവരും അങ്ങയും ഒന്നു തന്നെ എന്ന് അങ്ങ് കരുതിയിരിക്കുന്നത് കൊണ്ട് അങ്ങയെ മഹാമായ ബാധിക്കാത്തതുപോലെ അവരെയും ഈ മായ ബാധിക്കില്ല. അന്യഭാവം കൂടാതെ ഇങ്ങനെ ഭജിക്കുക. അവരാത്മതുല്യരായി കരുതുന്നത് എന്താണ്? അവരെ ആത്മതുല്യരായി കരുതുന്നു അങ്ങയുടെ സ്വഭാവമാണ്. രാമാവതാരത്തിൽ അത് വളരെ വ്യക്തമായിട്ട് അങ്ങ് കാണിച്ചു, ഈ കൃഷ്ണാവതാരത്തിലും കണ്ടു അല്ലേ? കാരണം എന്താ? സാർവഭൗമനായി സകല രാജാക്കന്മാരാലും ആരാധിക്കപ്പെട്ട പാദപത്മത്തോടു കൂടിയ അവിടുന്ന് രാമാവതാരം ചെയ്തപ്പോൾ കോസല രാജകുമാരനായി, അയോധ്യാപതിയായി, മൈഥിലി കാന്തനായി, ദാശരഥിയായി ഒക്കെ അവിടുന്ന് സാർവഭൗമത്വത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും അങ്ങ് വാനരന്മാരോടുകൂടി സഖ്യം ചെയ്തു ഇല്ലേ? അതേപോലെ കൃഷ്ണാവതാരത്തിൽ പശുക്കളോടും പശുക്കുട്ടികളോടും കൂടിയാണ് അങ്ങ് കഴിഞ്ഞത്. ജീവാത്മാക്കളൊക്കെ ഒരർത്ഥത്തിൽ അങ്ങയാൽ പരിപാലിക്കപ്പെടുന്ന പശുക്കൾ തന്നെയാണ്. അവിടുന്ന് പശുപാലനാണ്, ലോകത്തെ മുഴുവൻ രക്ഷിക്കുന്നവനാണ്. അപ്പോൾ അശേഷബന്ധുവായി, നാശരഹിതനായി, ഒരിക്കലും നശിക്കാത്ത അങ്ങ് ദാസന്മാരിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നതിൽ ഒരത്ഭുതവുമില്ല. കാരണം എന്താ? അത് അങ്ങയുടെ സ്വഭാവമാണ്. ഭക്തപരിപാലനം എന്നുള്ളത് ശിഷ്ടജന പരിപാലനത്തിനാണ് അങ്ങയുടെ ഓരോ അവതാരങ്ങളും. അങ്ങയുടെ സ്വതേയുള്ള ഭാവമാണ്, സ്വഭാവമാണ് ഇത്. തം ത്വാഖിലാത്മദൈതേശ്വരമാശ്രിതാനാം സർവാർത്ഥദം സ്വകൃത വിസൃജേത കോനു കോ വാ ഭജേൽ കിമപി വിസ്മൃതയേനുഭൂത്യൈ കിം വാ ഭവേന്ന തവ പാദരജോജുഷാം. അഖിലാത്മദൈതേശ്വരം, സർവാത്മാവായും സർവപ്രിയനായും സർവശക്തനായും. അഖിലാത്മദൈതേശ്വരം, ആശ്രിതാനാം സർവാർത്ഥദം, ആശ്രയിക്കുന്ന ആളുകൾക്ക് എല്ലാം നൽകുന്ന തം ത്വാ, ആ അങ്ങയെ സ്വകൃതവിത്ത്, അങ്ങയുടെ പ്രവൃത്തിയെ അറിയുന്ന ക നു, ഏതൊരാളാണ് വിസൃജേത, ഉപേക്ഷിക്കുക, ഭൂത്യൈ, ഐശ്വര്യത്തിനു വേണ്ടി, കിമപി ക വാ, മറ്റാരെയെങ്കിലും ഏതൊരുത്തനാണ് ഭജേത്, ഭജിക്കുക, അനു, ഉടനെ, വിസ്മൃതയെ, വിസ്മൃതിക്കൊണ്ട് ഭവിക്കും, തവ പാദരജോജുഷാം, അവിടുത്തെ പാദധൂളിയെ ആശ്രയിക്കുന്ന ഞങ്ങൾക്ക്,
കിം വാ ന ഭവേൽ, ഞങ്ങൾക്ക് എന്തൊന്ന് ഭവിക്കുകയില്ല, എല്ലാം ഭവിക്കും എന്നാണ്. ആശ്രിതവത്സലനായിരിക്കുന്ന അങ്ങയെ ആർക്കാണ് ഉപേക്ഷിക്കാൻ സാധിക്കുക ഭഗവാന്? അല്ലേ? ഐശ്വര്യമുണ്ടാവണം എന്ന പ്രാർത്ഥനയോടുകൂടി മറ്റൊരു ദൈവത്തെ ആരാ ഭജിക്കുക? ആരും ഭജിക്കില്ല. അങ്ങേ വെടിയേയില്ല. വെടിഞ്ഞാലുള്ള ദോഷം എന്താ? ഐശ്വര്യം അധികരിക്കുമ്പോൾ അന്തര്യാമിയായ അവിടുത്തെ മറക്കും. എന്നാൽ അങ്ങയെ ഭജിക്കുന്നവർക്ക് ഐശ്വര്യം ഉണ്ടാകാതിരിക്കുമോ? അതുമില്ല. സർവാത്മാവായി സർവസുഹൃത്തായി ഈശ്വരനായി ആശ്രിതന്മാരുടെ സർവാഭീഷ്ടങ്ങളെയും സാധിപ്പിക്കുന്നു പരമദയാലുവായിരിക്കുന്ന അവിടുന്ന്. അല്ലേ? അവിടുന്ന് അനഭ്യർത്ഥിതാനപി, ആഗ്രഹിക്കാത്ത ആളുകൾക്ക് പോലും കൊടുക്കുന്ന ആളാണ്. അപ്പൊ അങ്ങയെ ആശ്രയിക്കുന്ന ആളുകൾക്ക് കിട്ടാത്തതായിട്ടൊന്നുമില്ല. പക്ഷേ നിശ്ചല ഭക്തന്മാർ, നിഷ്കളങ്ക ഭക്തന്മാർ, നിഷ്കാമ ഭക്തന്മാർ, അവര് അങ്ങയല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കില്ല. അതാണ് പ്രത്യേകത. ദേവതാന്തര ഭജനം കൊണ്ട് അർത്ഥം സിദ്ധിച്ചാൽ അത് അങ്ങയെ മറക്കുന്നതിനുള്ള അനർത്ഥമായിട്ട് തീരും. സർവപുരുഷാർത്ഥപ്രാപ്തിക്ക് ഉചിതമായ ദേഹത്തെ സൃഷ്ടിച്ച് അങ്ങ് തന്നെ അന്തര്യാമിയായിരുന്നു. അത് അറിയുന്ന ഒരാൾക്കും അങ്ങയെ ഭജിക്കാതിരിക്കാൻ സാധിക്കില്ല, അങ്ങയെ മറക്കാൻ സാധിക്കില്ല. ഭജിക്കാതിരുന്നാൽ എന്തായി? ഇത്രയൊക്കെ ഭഗവാൻ തന്നിട്ടും തിരിച്ച് ഭഗവാനെ സ്മരിക്കുന്ന പോലും ഇല്ല എന്ന് പറഞ്ഞാൽ അതിൽ പരം കൃതജ്ഞത വേറെ വല്ലതും ഉണ്ടോ എന്നാണ്. കൃതജ്ഞേ നാസ്തി നിഷ്കൃതി, ചെയ്ത ഉപകാരത്തെ മറന്നവനിൽ പ്രായശ്ചിത്തം പറഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ ആ തെറ്റിന് പ്രായശ്ചിത്തം ഇല്ല എന്ന് തന്നെ. അപ്പൊ അതുകൊണ്ട് ബുദ്ധിമാന്മാര്, ഭക്തന്മാര് അങ്ങേ ഭജിച്ചും കൊണ്ടേയിരിക്കും. നൈവോപയന്ത്യപചിതിം കവയസ്തവേഷ ബ്രഹ്മായുഷാപി കൃതമൃദ്ധമുദസ്മരന്ത യോന്തർബഹിസ്തനുഭൃതാമശുഭം വിധുന്വന്നാചാര്യ ചൈത്യവപുഷാ സ്വഗതിം വ്യനക്തി. യാതൊരുവൻ അന്തഹാ ബഹി, ഉള്ളിലും പുറത്തും, ആചാര്യ ചൈത്യവപുഷ, ഗുരുവായും അന്തര്യാമിയുമായി, തനുഭൃതാം, തനുഭൃത്തുക്കളുടെ, അശുഭം വിധുന്വൻ, ദോഷത്തെ മുഴുവൻ നശിപ്പിച്ചിട്ട്, സ്വഗതിം വ്യനക്തി, സ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്നു. ഈശ്വര തവ അപിചിതിം കവയഹ അപി, അങ്ങയ്ക്കുള്ള കടത്തെ വിദ്വാൻമാർ കൂടി, ബ്രഹ്മായുഷ അപി, ബ്രഹ്മാവിൻ്റെ ആയുസ്, രണ്ട് ദ്വിപരാർത്ഥം, അത്രയും ആയുസ് കൊണ്ടുകൂടി കൃതം സ്മരന്ത, അങ്ങയാൽ ചെയ്യപ്പെട്ട ഉപകാരത്തെ ആലോചിക്കുന്നവരും, ഋദ്ധമുദഹ, വർദ്ധിച്ച സന്തോഷത്തോടു കൂടിയവരുമായിട്ട്, ന ഉപയന്തി, തീർത്തവരായി തീർന്നില്ല. അങ്ങയോടുള്ള കടം ആർക്കും തീർക്കാൻ സാധിക്കില്ല എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അന്യദേവനെ ഭജിക്കുന്നില്ല. എന്നാൽ അങ്ങയെ ഭജിച്ചു കഴിഞ്ഞാൽ അങ്ങയോടുള്ള കടം തീരുവോ? അങ്ങ് ചെയ്ത ആ പുണ്യത്തിൻ്റെ, അങ്ങ് ചെയ്ത കാരുണ്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ നൈപുണ്യത്തിന് എന്താ കേമത്തുള്ളത് എന്നാണ്. അങ്ങയെ തന്നെ കൽപ്പകാലം വരെ ഭജിച്ചാലും, രണ്ടു പരാർത്ഥം, ദ്വിപരാർത്ഥം, ബ്രഹ്മായുവിനെ പോലെ ആയുസ്സോടുകൂടി ഭജിച്ചാലും അങ്ങയോടുള്ള കടം ഭഗവാനെ തീരില്ല. അവിടുന്ന് പുറത്ത് ആചാര്യനായും അകത്ത് അന്തര്യാമിയായും ഇന്നിത്തിളങ്ങുന്നു. അകത്ത് ഗുരുവായൂരപ്പനായി, പുറത്ത് ഗുരുവായി. അങ്ങനെ പ്രാണികൾക്ക് ഹിതോപദേശം ചെയ്ത്, ഭഗവാൻ എല്ലാവരുടെയും സുഹൃത്താണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഹിതകാംക്ഷിയാണ് സുഹൃത്ത്, ഹിതകാരിയാണ് സുഹൃത്ത്. തൻ്റെ കൂട്ടുകാരന് ഹിതം വരണം, അഹിതം സംഭവിക്കരുത്. കൂട്ടുകാരന് പഞ്ചസാര വലിയ ഇഷ്ടമാണ്, പക്ഷേ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള സുഹൃത്ത് ഒരിക്കലും ആ കൂട്ടുകാരന് പഞ്ചസാര ഇഷ്ടമാണെന്ന് പറഞ്ഞ് പഞ്ചസാര കൊടുക്കില്ല. കാരണം എന്താ? തൻ്റെ കൂട്ടുകാരന് പ്രമേഹത്തിൻ്റെ അസുഖമുണ്ട്. അപ്പം അതുകൊണ്ട് പഞ്ചസാര ഒട്ടും ഹിതകരമല്ല. അപ്പം എന്തു ചെയ്യും? ഹിതകരമായി
പ്രവർത്തിക്കുന്ന ആളുകളെയാണ് സുഹൃത്തുക്കൾ എന്ന് പറയാം. ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നവനെ സുഹൃത്ത് എന്ന് പറയാൻ സാധിക്കില്ല പലപ്പോഴും. കാരണം കൂട്ടുകാരൻ്റെ ഇഷ്ടം മുഴുവൻ അയാൾക്ക് സാധിപ്പിച്ചു കൊടുത്താൽ അയാൾക്കത് വേണ്ട പോലെ അതിനെ സ്വീകരിക്കാനുള്ള ശാരീരികവും ആത്മീയവുമായിട്ടുള്ള ആരോഗ്യം ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ സാധിക്കുള്ളൂ. അപ്പം ഇങ്ങനെ അകത്ത് അന്തര്യാമിയായിട്ട് പുറത്ത് ആചാര്യനായി സ്വരൂപാനന്ദത്തെ പ്രാണികളെ അനുഭവിപ്പിക്കണു അവിടുന്ന് ഹിതോപദേശം ചെയ്തു. അപ്പം ഈ ഭഗവാന്റെ പ്രത്യേകമായിട്ടുള്ള ഉപകാരത്തെ, കാരുണ്യത്തെ, വാത്സല്യത്തെ, ഭഗവാൻ ഭക്തഭക്തിമാൻ എന്ന് പറയുമ്പോൾ ഭക്തനോടുള്ള ഭക്തിയെയൊക്കെ സ്മരിക്കുന്ന ആളുകൾക്ക്, പരമാനന്ദത്തിൽ മുങ്ങിയിട്ടുള്ള ആത്മജ്ഞാനികൾക്ക് അങ്ങയുടെ കടത്തെ തീർക്കാൻ സാധിക്കില്ല. ബ്രഹ്മായുസ്സുണ്ടെങ്കിൽ പോലും മതിയാവില്ല എന്നാണ്. അപ്പം അതുകൊണ്ട് അവരുടെ ജീവിതകാലം മുഴുവൻ ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങയ്ക്കായി സമർപ്പിച്ചും കൊണ്ടേയിരിക്കുന്നു. അങ്ങനെയുള്ള ഭഗവാനെ അവിടുത്തെ പാതാരവിന്ദങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള വഴി അടിയന് ഉപദേശിച്ചു തരണേ. അടിയങ്ങളെപ്പോലുള്ള സാധാരണ ആളുകൾക്ക് ഈ ജ്ഞാനയോഗത്തിൻ്റെ വഴിയിലൂടെ കടന്നു പോകാൻ സാധിക്കില്ല ഭഗവാനെ. അതിന് എളുപ്പമായിട്ടുള്ള വഴി പറഞ്ഞു തന്ന് പകർന്നു തന്ന് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ശിശുബ്രഹ്മർഷി പറയുന്നു, ഇത്യുദ്ധവേനാത്യനുരക്തചേതസാ പൃഷ്ടോ ജഗൽക്രീഡനക സ്വശക്തിഭി ഗൃഹീതമൂർത്തിത്രയ ഈശ്വരേശ്വരോ ജഗാമ സപ്രേമ മനോഹരസ്മിത. ഇത്യനുരക്തചേതസ, ഇങ്ങനെ അനുരാഗത്തോടു കൂടിയുള്ള മനസ്സ് ആ ഉദ്ധവന്, ഉദ്ധവേന ഇതി പൃഷ്ട, ഉദ്ധവനാൽ ഇങ്ങനെ ചോദിക്കപ്പെട്ടപ്പോൾ ജഗത് ക്രീഡനക, ലോകമാകുന്ന കളിക്കോപ്പോടുകൂടിയ സ്വശക്തിഭി, തൻ്റെ ശക്തികളാൽ ഗൃഹീതമൂർത്തിത്രയ, സ്വീകരിച്ച 3 ശരീരങ്ങളോട് കൂടിയിരിക്കുന്ന ആ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഈശ്വരേശ്വരനായ ലോകത്തിൻ്റെ മുഴുവൻ നാഥനായിരിക്കുന്ന ആ ഭഗവാൻ മനോഹരസ്മിത സപ്രേമ ജഗാത, അതിമനോഹരമായി പുഞ്ചിരിച്ചും കൊണ്ട് പ്രേമത്തോടുകൂടി പറഞ്ഞു. പ്രേമം നിഷ്കാമമായ സ്നേഹം അല്ലേ? തന്നിൽ ഏറ്റവും അനുരാഗമുള്ള, തന്നോട് പ്രത്യേകമായ ഭക്തിയുള്ള ഉദ്ധവൻ ചോദിച്ചപ്പോൾ സത്വഗുണം കൊണ്ട് വിഷ്ണുവായും രജോ ഗുണം കൊണ്ട് ബ്രഹ്മാവായും തമോ ഗുണം കൊണ്ട് മഹാദേവനായും മാറിയിരിക്കുന്ന ആ ഭഗവാൻ സർവേശ്വരനായ വാസുദേവൻ ഉദ്ധവനിൽ ഉള്ള സന്തോഷത്തെ സൂചിപ്പിക്കുന്ന പുഞ്ചിരി അല്ലേ? നമുക്കൊരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ ചിരിച്ചും കൊണ്ടാണ് സംസാരിക്കുക. അങ്ങനെ പ്രീതിയോടുകൂടി പ്രേമത്തോടുകൂടി പറയാനായിട്ട് ആരംഭിച്ചു. ഭഗവാന്റെ ആ വാക്കുകളാണ് നമുക്കിനി അനുസ്മരിക്കാനുള്ളത്. അത് നാളെ അനുസ്മരിക്കാം. ഇന്ന് ഭഗവത്പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങൾ ഹരിപാദത്തിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേരതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി. സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം. നിത്യം വേദത്തിൻ സാരം.
വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി
പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.